ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഗുരുവായൂർ അമ്പലനടയിൽ അങ്ങനെ കൃത്യം 2 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ട് 3-ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സിനിമയുടെ ആദ്യ 2 ദിവസത്തെ കൃത്യമായി കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ, ഒപ്പം വേൾഡ് വൈഡ് കളക്ഷൻ തുടങ്ങിയ റിപ്പോർട്ടുകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വിപിൻ ദാസിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ്, ബേസിൽ തുടങ്ങിയ വലിയ താരനിരയോട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ആദ്യ ദിവസം തന്നെ നമ്മുടെ പ്രേക്ഷകർ ഏറ്റെടുത്ത സിനിമയാണ്. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷനിൽ ചെറിയൊരു കളക്ഷൻ മാറ്റമുണ്ട് എന്നാണ് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. 3,80,00,000 എന്നായിരുന്നു ആദ്യ ദിവസത്തെ കളക്ഷനായിട്ട് കേരള കളക്ഷനായിട്ട് നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടെങ്കിൽ ഇപ്പോഴത്തെ യഥാർത്ഥ കേരള കളക്ഷൻ റിപ്പോർട്ട്, അതോടൊപ്പം തന്നെ പുതുക്കിയ കളക്ഷൻ എന്നൊക്കെ പറയാവുന്ന കളക്ഷൻ പ്രകാരം 3,65,00,000 സിനിമ ആദ്യ ദിവസം കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. 2-ാം ദിവസം ഇന്നലെ പ്രതീക്ഷിച്ചതുപോലെ ആദ്യ ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ 3,75,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആകെ 7,40,00,000 രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2 ദിവസങ്ങൾ കൊണ്ട് ഗുരുവായൂർ അമ്പലനടയിൽ കളക്ഷനായിട്ട് നേടിയെടുത്തിരിക്കുന്നത്. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ FT കളക്ഷനിൽ സംഭവിച്ച റിവൈസ്ഡ് കളക്ഷൻ നേരത്തെ പല സിനിമകളുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ചില സിനിമകളുടെ എല്ലാം തന്നെ ഫൈനൽ കളക്ഷൻ വന്ന് യഥാർത്ഥത്തിൽ ആ കളക്ഷൻ അല്ല, അതിനേക്കാൾ കളക്ഷൻ കുറവാണ് എന്ന മാസങ്ങൾക്ക് ശേഷം എല്ലാം തന്നെ വരുന്ന സിനിമകളുണ്ട്. അത് നിർമ്മാതാക്കൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്ന് പ്രത്യേകം എടുത്തു പറയട്ടെ. ആകെ 2 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ തന്നെ നല്ല കളക്ഷൻ നേടിയെടുത്ത സിനിമ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് കണക്കുകൾ പ്രകാരം 16 കോടി രൂപയ്ക്ക് മുകളിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ്. 16-18 കോടി റേഞ്ചിൽ സിനിമയ്ക്ക് 2 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് ഉണ്ട് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. ഇന്നലെ വെള്ളിയാഴ്ച ദിവസം സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിലാണെങ്കിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലാണെങ്കിലും ആദ്യ ദിവസത്തേക്കാൾ കളക്ഷൻ വർധനയാണ് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. സിനിമയുടെ ആദ്യ 2 ദിവസത്തെ കളക്ഷനും ഇന്നത്തെ ഉൾപ്പെടെയുള്ള സിനിമയുടെ ബുക്കിംഗ് എല്ലാം തന്നെ നോക്കുമ്പോൾ മോളിവുഡിലെ അടുത്ത 50 കോടി രൂപയ്ക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായിട്ട് ഗുരുവായൂർ അമ്പലനടയിൽ മാറുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ തന്നെ സിനിമ ഒരുപക്ഷെ 50 കോടി രൂപയ്ക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ കടന്നേക്കും. കാത്തിരിക്കാം. അതിനുമപ്പുറം ഏത് ലെവലിലേക്ക് സിനിമയുടെ കളക്ഷൻ പോകുമെന്ന് അറിയാനായിട്ട് കൂടുതൽ വീഡിയോകൾ കേട്ട് കാത്തിരിക്കൂ.